السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين. أقول ഞാൻ പറയുന്നു, അഹദ മുസന്നിഫ് റഹ്മത്തുള്ളാഹി തുടങ്ങി പ്രവേശിച്ചു. അയ്യുബയ്യിന മുസന്നിഫ് റഹ്മത്തുള്ളാഹി വെളിവാക്കാൻ ഉദ്ദേശിച്ചു, വെളിവാക്കാൻ തുടങ്ങി അല്ലെങ്കിൽ വെളിവാക്കാൻ പ്രവേശിച്ചു. ഉജൂവ ഇഖ്തിലാലി തഅരീഫി, തഅരീഫിനിക്ക് തകരാറുണ്ടാകുന്ന കാരണങ്ങളെ ബയാൻ ചെയ്യാൻ. ഒരു വസ്തുവിനക്ക് തഅരീഫ് പറഞ്ഞാൽ ആ തഅരീഫിനക്ക് തകരാറ് സംഭവിക്കുന്നത് ഏത് കാരണം കൊണ്ടൊക്കെയാണ്, ഏതെല്ലാം കാരണം കൊണ്ട് തഅരീഫിനക്ക് പോരായ്മ സംഭവിക്കും, തകരാറുകൾ സംഭവിക്കും, അതിൻ്റെ ന്യായവശങ്ങൾ വിവരിക്കാൻ മുസന്നിഫ് റഹ്മത്തുള്ളാഹി ഉദ്ദേശിച്ചു. എന്തിനാണ് മുസന്നിഫ് അങ്ങനെ ഉദ്ദേശിച്ചത്? ലിയുഹ്തറസ അൻഹ, അതിനെ തൊട്ടൊന്ന് സൂക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട്. കാരണം തഅരീഫിന്റെ തകരാറുണ്ടാക്കുന്ന കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കിയാൽ അത് ഇത്തിറാസ് ചെയ്യാൻ കഴിയുമല്ലോ, ശ്രദ്ധിക്കാൻ കഴിയുമല്ലോ. എങ്കിൽ വഹിയ, ആ തഅരീഫിനിക്ക് തകരാറുണ്ടാക്കി തീർക്കുന്ന കാരണങ്ങൾ ഇമ്മാ മാനവീയത്തുൻ, ഒരു പക്ഷേ അത് മാനവീയായ കാരണങ്ങളായിരിക്കും. ഔ ലഫ്ളിയ്യത്തുൻ, അല്ലെങ്കിൽ ലഫ്ളിയായ കാരണമായിരിക്കും. അമ്മൽ മാനവീയത്തു, എന്നാൽ അപ്പോൾ മാനവീയായ കാരണം ഏതാണത്? ഫമിൻഹ, ആ മാനവീയായ കാരണത്തിൽ പെട്ടതാണ് തഅരീഫു ശൈഇ, ഒരു ശൈഇനിക്ക് തഅരീഫ് പറയാം. ബിമാ, ഒരു തഅരീഫ് കൊണ്ടിട്ട്. യുസാവി, ആ തഅരീഫ് ഈ മുഅറഫിനോട് സമമാകും. ഏതു വിഷയത്തിൽ സമമാകും? ഫിൽ മഅരിഫത്തി വൽ ജഹാലത്തി, അറിവിന്റെ വിഷയത്തിലും അറിവ് കേടിന്റെ വിഷയത്തിലും. മനസ്സിലായില്ലേ? അതായത് മുഅരിഫും മുഅറഫും മജ്ഹൂലാകുക, അല്ലെങ്കിൽ മുഅറഫും മുഅരിഫും രണ്ടും എന്തായ മഅറൂഫാകുക, മാലൂമായി വരിക, സമാസമായിട്ട് രണ്ടും വരികയാണ്. മനസ്സിലായ? അപ്പം അങ്ങനെ വെക്കുമ്പോൾ പ്രശ്നം എന്ത് വരും? ഒന്ന് മറ്റേതിൻ്റെ മുഅരിഫാന്ന് പറയാൻ പറ്റൂല. അപ്പം മുഅരിഫിനെ പറ്റിയിട്ട് മുഅരിഫ് എന്ന് പറയാൻ പറ്റൂല, മുഅറഫിനെ പറ്റി മുഅറഫ് എന്നും പറയാൻ പറ്റൂല. മനസ്സിലായ? കാരണം മുഅറഫിനേക്കാളും മുമ്പ് മുഅരിഫാണ് അറിയപ്പെടേണ്ടത്. മുഅരിഫാണ് കൂടുതൽ മുഅറഫിനേക്കാളും മഅരിഫത്ത് ഉണ്ടാവേണ്ടത്, അറിവുണ്ടാവേണ്ടത്. മനസ്സിലായ? ഐ യകൂനുൽ ഇൽമു ബി അഹദിഹിമ, ഈ മുഅറഫ് മുഅരിഫിൽപ്പെട്ട ഏതെങ്കിലും ഒന്നുകൊണ്ടുള്ള അറിവ് ആകും മഅൽ ഇൽമി ബിൽ ആഖിരി, മറ്റേത് കൊണ്ടുള്ള അറിവിനോട് കൂടെ. അതുപോലെ തന്നെ വൽ ജഹ്ലു ബി അഹദിഹിമ മഅൽ ജഹ്ലി ബിൽ ആഖിരി, ഒന്നുകൊണ്ടുള്ള ജഹലിനോട് കൂടി ഏതെങ്കിലും ഒന്നുകൊണ്ടുള്ള ജഹല് മറ്റേതിൻ്റെ ജഹലിനോട് കൂടെ ഉണ്ടാകും. അത് ആ ജഹാലത്തിൻ്റെ വിഷയത്തിലേക്ക് ചേർക്കും, മറ്റേ മാരിഫത്തിൻ്റെ വിഷയത്തിലേക്ക് എന്ത് ചെയ്യുമ്പോൾ ചേർക്കുമ്പോൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാരിഫത്ത്, അപ്പോൾ ഒരു മാരിഫിനെ അറിയുക എന്ന് പറയുന്നത് മുഅറഫിനെ അറിയുന്നതിനോട് കൂടെയാണ് എന്ന്. പിന്നെ പറ മുഅറഫിനെ മുഅറഫ് എന്ന് അറിയാൻ പറ്റൂലല്ലോ, പറ്റുമോ? കാരണം തഅരീഫിനക്ക് മുഅരിഫിന് പേര് വെക്കാൻ തന്നെ കാരണം എന്താണ്? മുഅറഫ് ഏതായതുകൊണ്ടാണ്. മുഅരിഫിനേക്കാളും
പിന്നെ ഇൽമിൻ്റെയും മാരിഫത്തിൻ്റെ വിഷയത്തിൽ അസ്ഫലിയായ താഴ്ന്ന ദർജയിലായതുകൊണ്ടല്ലേ. ഉം? ഉം. ആ? ആ. ഏതുപോലെയൊക്കെ തരീഫിൽ ഹർക്കത്ത്, ഈ ഹർക്കത്തിന് തരീഫ് അറിയാം. ബിമാ ലൈസ ബി സുക്കൂനിൻ, സുക്കൂനല്ലാത്തത് കൊണ്ട്. സുക്കൂനല്ലാത്തത് കൊണ്ട് താരീഫിന് അല്ല, ഈ ഹർക്കത്തിന് എന്ത് ചെയ്യുക, താരീഫ് അറിയാം. ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മാ ലൈസ ബി സുക്കൂനി, സുക്കൂനല്ലാത്ത ഒന്ന്. സുക്കൂനല്ലാത്ത ഒന്നാണ് ഏത്? ഹർക്കത്ത്. ആ, സുക്കൂൻ എന്ന് പറഞ്ഞാലോ ഹർക്കത്ത്. ഹർക്കത്തല്ലാത്തത് സുക്കൂനെന്ന ഹർക്കത്തല്ലാത്തത്, ഹർക്കത്ത് എന്നാലോ സുക്കൂനല്ലാത്തത്. രണ്ടും ഒരേപോലെ ആയില്ലേ? കാരണം ഫൈനവുമാ, തീർച്ചയായിട്ടും ഇവ രണ്ടും, ഈ ഹർക്കത്തും സുക്കൂനും, ഈ മുഅരിഫും മുഅറഫും ഫിൽ മർത്തബത്തിൽ വായിദത്തി, ഒരൊറ്റ മർത്തബയിലാണ്. മിനൽ ഇൽമി വൽ ജഹ്ലി, ഇൽമിൻ്റെ വിഷയത്തിലും ജഹ്ലിൻ്റെ വിഷയത്തിലും ഒരേ ദർജയിലാണ് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? കാരണം ഹർക്കത്തിനൊക്കെ ഒരാൾ താരീഫ് പറഞ്ഞാൽ, ഹർക്കത്തിനെ ഒരാൾ മനസ്സിലാക്കിയാൽ സുക്കൂന് മനസ്സിലാക്കി, സുക്കൂന് മനസ്സിലാക്കിയാൽ ഹർക്കത്തിന് മനസ്സിലാവും. ആ, തന്നെ അതാ ഫമിൻ അലിമ അഹദുഹുമാ അലിമൽ ആഖറ. ഒന്നിനെ ഒരാൾ മനസ്സിലാക്കിയാൽ മറ്റേതിനെ അറിയും. ഹർക്കത്ത് മനസ്സിലാക്കിയാൽ സുക്കൂനെ മനസ്സിലാക്കാൻ കഴിയും, സുക്കൂനെ മനസ്സിലാക്കിയാലോ ഹർക്കത്തിനെയും മനസ്സിലാക്കാൻ കഴിയും. ഒമൻ ജഹില അഹദുഹുമാ ജഹിലൽ ആഖറ. ഏതെങ്കിലും ഒന്നുകൊണ്ട് അറിയില്ലേ, മറ്റത് കൊണ്ടും അറിയില്ല. ഇപ്പൊ ഹർക്കത്ത് കൊണ്ട് ഹർക്കത്തിനെ ഒരാൾക്ക് അറിഞ്ഞില്ല, എന്നാ സുക്കൂനെ അറിയില്ല. സുക്കൂനാണെങ്കിൽ സുക്കൂനിനെ ഒരാൾക്ക് അറിഞ്ഞില്ല, എന്നാ ഹർക്കത്തും അറിയില്ല. ആകയാൽ വൽ മുഅരിഫു, മുഅരിഫ് യജിബു, നിർബന്ധമാകും, അൻ യകൂന അഖ്ദമ, അത് ഏറ്റവും മുന്തിയതാവണം. മുഅറഫിനേക്കാളും. ഏത് വിഷയത്തില്? മാരിഫത്തൻ, മാരിഫത്തിന്റെ വിഷയത്തിൽ. അപ്പൊ മുഅറഫിനേക്കാളും കൂടുതൽ മാരിഫത്ത് ഏതിനൊക്കെ ഉണ്ടാവണം? മുഅരിഫിനൊക്കെ ഉണ്ടാവണം. എന്താ കാരണം? ലിഅന്ന മാരിഫത്തൽ മുഅറഫി, മുഅറഫിനെ മനസ്സിലാക്കുക എന്നുള്ളത്, അല്ല മുഅരിഫി, ലിഅന്ന മാരിഫത്തൽ മുഅരിഫി, മുഅരിഫിനെ മനസ്സിലാക്കുക എന്നുള്ളത് ഇല്ലത്തുൽ ലി മാരിഫത്തിൽ മുഅറഫി, മുഅറഫിനെ മനസ്സിലാക്കാനുള്ള ഒരു ഇല്ലത്താണ്. മനസ്സിലായില്ലേ? മാരിഫത്തിനെ മനസ്സിലാക്കുക എന്നുള്ളത് മുഅറഫിനെ മനസ്സിലാക്കുക എന്നുള്ള ഇല്ലത്താണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇല്ലത്ത് ആദ്യം വരണ്ടേ, എന്നല്ലേ മാരിഫത്ത് ഉണ്ടാവാൻ പാടുള്ളൂ. ഏത് സിരിവൽ ഇല്ലത്തോ, ഇല്ലത്താകുന്നത് മുഖദ്ദമത്തുൻ അലൽ മാലൂരി. കണ്ട, ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ അത് മാലൂരിനേക്കാളും എന്ത് ചെയ്യണം? മുന്തി വരണം. ഒമിൻഹ, അതിൽ പെട്ടതാണ്. ഏത് പെട്ടതാണ്? ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, മാനവിയായ പിന്നെ ഉജൂഹുകളെ പറ്റി പറഞ്ഞല്ലോ. അതിൽ ഒന്ന് താരീഫ് ഷൈമായി സാവീഹി, അത് ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി വമിൻഹ, ആ മാനവിയായ കാരണത്തിൽപ്പെട്ടതാണ് താരീഫ് ഷൈഇ, ഒരു ഷൈഇനക്ക് താരീഫ് പറയാം. എന്തുകൊണ്ട് താരീഫ് പറയാ? ബിമ, ഒരു താരീഫ് കൊണ്ടിട്ട്. യതവഖഫു, ബന്ധിക്കും, മാരിഫത്തുഹു, ആ ഒന്നിനെ മനസ്സിലാക്കല്, അലൈഹി, ഏതിൻ്റെ മേല്? ആ ഷെയ്യിൻ്റെ മേൽ, അഥവാ മുഅറഫിൻ്റെ മേൽ. മനസ്സിലായില്ലേ? അതായത് ഒരു ഷെയ്യിനിക്ക്, ഒരു മുഅറഫിനക്ക് താരീഫ് അറിയാം. എന്തുകൊണ്ടാണ് താരീഫ് അറിയുന്നത്? അതായത് ആ മുഅറഫിനെ മനസ്സിലാക്കാനുള്ളതായ ഒന്നിൻ്റെ മേല്, ഒന്നിനെ മനസ്സിലാക്കുന്നത്, ആ മനസ്സിലാക്കുക എന്നുള്ളത് അതിൻ്റെ മേൽ എന്ത് ചെയ്യും? ബന്ധിക്കും. എന്ന് വെച്ചാൽ മായത്തെ പക്കവും അതേ കൊണ്ട് എന്ത് ചെയ്യുക? ഒരു വസ്തുവിനക്ക് താരീഫ് അറിയും. അത്രമാത്രം. ഒരു വസ്തു ഏതൊന്നിൻ്റെ മേലാണോ തവക്കുഫാകുന്നത്, ആ തവക്കുഫാകുന്ന ഒന്നുകൊണ്ട് എന്ത് ചെയ്യുക? താരീഫ് അറിയാം. മായത്തെ പക്കു അതേ കൊണ്ട് താരീഫ് അറിയാം. അതെങ്ങനെ? ഇമാബി മർത്തബത്തിൻ, അത് ഒരു പക്ഷേ ഏതുകൊണ്ടാവാം? മർത്തബ കൊണ്ടാവാം. വാഹിദത്തിൽ, ഒരു മർത്തബ കൊണ്ടാവും.
ഒരു മർത്തബ കൊണ്ടാവും. അപ്പോഴും സത്യത്തിൽ എന്തായി മാറും അവിടെ. അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ യുസമ്മ ദൗറൻ മുസറഹ. അപ്പം മുസറഹായ ദൗറ് സരീഹായ ദൗറ് എന്ന് എന്ത് ചെയ്യും, അവിടെ പേര് പറയപ്പെടും. എന്ത് സ്വരീഹായ ദൗറ് എന്ന് പറയാനുള്ള കാരണം, അവിടെ ദൗറ് വ്യക്താണ്, ഒറ്റ മർത്തബന്റെ മേലേ ഉള്ളൂ. പറഞ്ഞു മനസ്സിലായില്ലേ? ഒരൊറ്റ മർത്തബന്റെ മേലേ അവിടെ ഉള്ളൂ. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് വേഗത്തിൽ എന്ത് ചെയ്യും, മനസ്സിലാക്കാൻ കഴിയും. അത് ശരിയാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എന്തെന്ന്, ദൗറം മുസരിഹ, മുസരിഹായ ദൗറ് എന്ന് എന്ത് ചെയ്യും, പേര് വരും. ദൗറ് എന്ന് പറഞ്ഞാൽ എന്താണ്, മുതവക്കിഫ് മുതവക്കഫ് അലൈഹി ആകുക, മുതവക്കഫ് അലൈഹി മുതവക്കിഫ് ആകുക. വൈമാബി മറാത്തിബ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മർത്തബകളെ കൊണ്ടുണ്ടാവാം. എന്താവാം? ഒന്നിൽ കൂടുതൽ മർത്തബകളെ കൊണ്ടുണ്ടാവാം. അപ്പോൾ ഇസമ്മ, അപ്പൊ അതിനക്ക് പേര് പറയപ്പെടും ദൗറൻ മുളുമറ, മുളുമറായ ദൗറ് എന്ന് എന്ത് ചെയ്യും, പേര് പറയപ്പെടും. എന്താണ്? മുളുമറായ ദൗറ് എന്ന് എന്ത് ചെയ്യും, പേര് പറയപ്പെടും. കാരണം കൂടുതൽ മർത്തബകൾ ഉണ്ടാകുമ്പം കൂടുതൽ പിന്നെന്താവും, പിന്നെ ഇസ്തിതാർ അവിടെ ഉണ്ടായിത്തീരും, ഇൽമാർ അവിടെ ഉണ്ടായിത്തീരും. അതുകൊണ്ടാണ് അങ്ങനെ മുളുമറായ ദൗറ് എന്ന് പറയാനുള്ള കാരണം. മിസാലുഹുമ, അവ രണ്ടിന്റെ ഉദാഹരണം ഫിൽ കിതാബി മത്തിനില് അത് ലാഹിറായതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, കൈഫിയത്തിൻ്റെ കാര്യം, അൽ കൈഫിയത്തു ബിമാ മാ ബിഹാ യഖൗൽ മാ ബിഹാ യഖൗൽ മുശാബഹത്ത്. പിന്നെ പറഞ്ഞ അൽ ഇസ്നാനി സൗജുൻ അവ്വലു സുമ്മ യുഖാലു അസ്സൗജുൽ അവ്വലു വൽ മുൻഖസിമു മുതസാവിയൈനി സുമ്മ യുഖാലു അൽ മുതസാവിയാനി ഹുമ ശൈആനി ലദാനി ലാ യഫ്ളുലു അഹദുഹുമാ അലൽ ആഖിരി എന്ന് പറഞ്ഞില്ലേ. എന്നവ അമ്മൽ അഗ്ലാത്തുൽ ലഫ്ളിയ്യത്തു, ചില ലഫ്ളിയായ പിന്നെ പിയവുകൾ, തരീഫിൽ ഉണ്ടാകുന്ന കാര്യമാണ് ലഫ്ളിയായ വലത്തുകൾ, പിയവുകൾ. അതെങ്ങനെ വരിക? അത് ഫഇന്നമാ യുതസവ്വർ, തീർച്ചയായിട്ടും ഈ ലഫ്ളിയായ അഗ്ലാത്തിനെ തസവുറാക്കപ്പെടുന്നത് ഇതാ ഹാവലൽ ഇൻസാനു, ഒരു ഇൻസാൻ എന്ത് ചെയ്ത് ഉദ്ദേശിച്ചു. ഇതാ ഹാവലൽ ഇൻസാനു, ഒരു ഇൻസാൻ എന്ത് ചെയ്ത് ഉദ്ദേശിച്ചു. അത്തരീഫ ലിഗൈരിഹി, വേറെ ഒന്നിനിക്ക് താരീഫ് പറയണമെന്ന് ഉദ്ദേശിച്ചു. ഇപ്പൊ ഒരാൾ എന്ത് ചെയ്ത്, ഒരു വസ്തുവിനക്ക് താരീഫ് പറയണം, താരീഫ് പറയണമെന്ന് ഉദ്ദേശിച്ച്, മനസ്സിലായില്ലേ? ഇപ്പൊ ഉദാഹരണം പറയാ, അസദ്, അസദിനക്ക് താരീഫ് പറയണമെന്ന് ഉദ്ദേശിച്ചു. വദാലിക, അങ്ങനെ താരീഫ് പറയണമെന്ന് എന്ത് ചെയ്ത് ഉദ്ദേശിച്ചു. എങ്കിൽ വദാലിക, അവ ലഫ്ളിയായ വലത്തുകൾ ഫഇന്നമാ യുതസവ്വറു ഇദാ ഹാവലൽ ഇൻസാനു, ഇൻസാൻ ഉദ്ദേശിച്ചു അത്താരീഫ ലിഗൈരിഹി, വേറൊന്നിന് താരീഫ് പറയണമെന്ന് ഉദ്ദേശിച്ചു. അതെങ്ങനെ? അത് ഒരു ഇൻസാനെ ഗൈറിനക്ക് താരീഫ് പറയണമെന്ന് ഉദ്ദേശിച്ചത് എങ്ങനെ? യസ്തഅ്മിൽ, അവൻ പെരുമാറിക്കൊണ്ട്, ഈ താരീഫിൽ ഓൻ കൊണ്ടുവരിക, താരീഫിൽ ഓന് കൊണ്ടുവരിക അൽഫാളൻ ഗൈറ ലാഹിറത്തിൻ, അൽഫാളൻ ചില ലഫ്ളുകളെ, ഗൈറ ലാഹിറത്തി ദലാലത്തി, ദലാലത്ത് വ്യക്തമല്ലാത്ത, അത് വ്യക്തമായി അറിയിക്കാത്ത, ആ വ്യക്തമായി അറിയിക്കാത്ത ലഫ്ളുകളെ താരീഫിൽ ഓൻ കൊണ്ടുവരിക.
അതെങ്ങനെ? ബിൻ നിസ്ബത്തി ചേർത്തി നോക്കൽ കൊണ്ട് ഇലാ ദാലിക്കൽ ഗൈരി ആ ഗൈറിലേക്ക് നോക്കൽ കൊണ്ട്. അപ്പോൾ ഗൈറ് ആ ഗൈറിലേക്ക് എന്ത് ചെയ്യുക? ചേർത്തി നോക്കൽ കൊണ്ട്. ഗൈറിലേക്ക് ചേർത്തി നോക്കൽ കൊണ്ട് എന്താണ്? വ്യക്തമാവില്ല മായന. അങ്ങനെ വെക്കുമ്പോൾ താരീഫ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഫായിദ അവിടെ നഷ്ടപ്പെട്ടു. കാരണം എന്താ? നമ്മളിപ്പോൾ ഒരു വസ്തുവിനക്ക് താരീഫ് പറയുമ്പോൾ ഈ മുഅരിഫ് കൊണ്ട് എന്താവണം? അതായത് മുഅരിഫിനെ ഈ മുഅറഫിലേക്ക് ചേർക്കുമ്പോൾ മാന ലാഹിറായിരിക്കണം. മുഅരിഫിന്റെ മാന തരായി ലാഹിറാവണമല്ലോ. അത് വ്യക്തമായ രൂപത്തിൽ മുഅറഫിന്റെ മേൽ അറിയിക്കണം. മുഅറഫിന്റെ മേൽ അറിയിക്കാതെ ഒരിക്കലും ഏതുണ്ടാവില്ല, ഒരു മുഅരിഫാണ് എന്ന് പറയാൻ പറ്റില്ല. ഒരു മുഅരിഫാണെന്ന് പറയണമെങ്കിൽ മുഅറഫിലേക്ക് ചേർത്ത് നോക്കിക്കൊണ്ട് ദലാലത്ത് വ്യക്തമാവണം. അങ്ങനെ ദലാലത്ത് വ്യക്തമാവാതെ വന്നാലോ അപ്പം എന്തുണ്ടാവില്ല? താരീഫ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഫായിദ ഉണ്ടാവില്ല. അപ്പം ഏതുപോലെ ഒരു ഉദാഹരണം പറയാം. കസ്തമാരിൽ അൽഫാദിൽ ഗരീബത്തിൽ വഴിയ കാടൻ ഭാഷ അച്ഛൻ പറയുന്നത് കാട്ടിലെ ഭാഷ, ബുദ്ധിയെ തൊട്ട് വഴിയതായ കാടൻ ഭാഷകളെ പദങ്ങൾ എന്ത് ചെയ്യുക? കൊണ്ടുവരിക. താരീഫ് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയാം. മിസ്ലു അയുക്കാര പറയപ്പെടുക അന്നാറു ഉസ്തുഖ്സുൻ ഫൗക്കൽ ഉസ്തുഖ്സാത്തി എന്ന് പറയാം. മനസ്സിലായില്ലേ? അന്നാറു ഉസ്തുഖ്സുൻ ഫൗക്കൽ ഉസ്തുഖ്സാത്തി എന്ന് പറയാം. മനസ്സിലായില്ലേ? ഇവിടെ നാറിനിക്കാണ് ഇപ്പൊ താരീഫ് പറയുന്നത്. നാറിനിക്ക് താരീഫ് പറഞ്ഞത് ഏതുകൊണ്ടാണ്? ഉസ്തുഖ്സും ഫൗക്കൽ ഉസ്തുഖ്സാസിന്ന്. ഇതിപ്പോ അതിന്റെ മാന പറ്റുന്ന ഒരാൾക്ക് അറിയോ? ഉസ്തുഖ്സും ഫൗക്കൽ ഉസ്തുഖ്സാസി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യൂല? ഒരാൾക്കും വ്യക്തമായിട്ട് അത് എന്താണെന്ന് പൊരുത്തം കിട്ടൂല. വൈശിയും ഗരീബത്തുമായ പദാണ്. വൈശിയും ഗരീബത്തുമായ പദാണ്. അത് താരീഫിൽ വരുന്ന ഫലത്തിൽപ്പെട്ട രൂപമാണ് ആ പറഞ്ഞത്. ഉസ്തുഖ്സ് എന്ന് പറഞ്ഞാൽ ഉസ്തുഖ്സ് എന്ന് പറഞ്ഞാല് അത് യൂനാനി ഭാഷയാണ്. അത് യൂനാനി ഭാഷ. അതിന്റെ മാന അസുല് എന്നാണ്. ഉസ്തുഖ്സ് എന്ന് പറഞ്ഞാൽ അസുല്, അടിത്തറ എന്നൊക്കെ പറയും. അതേപോലെയാണ് ഏത് ഉൻസുർ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അടിത്തറ അത് അറബി ഭാഷയാണ്. നമ്മൾ അനാസിറുൽ അർബഅത്ത് എന്ന് പറയില്ലേ? 4 മൂലകങ്ങൾ: തീ, കാറ്റ്, മണ്ണ്, വെള്ളം. മനസ്സിലായില്ലേ? അപ്പോൾ ഉൻസുർ എന്നുള്ളത് അറബി ഭാഷയാണ്. ഉസ്തുഖ്സ് എന്നുള്ളതോ യൂനാനി ഭാഷയാണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഈ ഉസ്തുഖ്സിനെ പരിമാറൽ എവിടെയാണ്? തബിയത്ത് വ്യത്യാസപ്പെട്ട ജിസ്മുകളുടെ മേലിലാണ്. തബിയത്ത് വ്യത്യാസപ്പെട്ട ജിസ്മുകളെ സംബന്ധിച്ചാണ് ഉസ്തുഖ്സാത്ത് എന്നെന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഉസ്തുഖ്സ് എന്ന് പറഞ്ഞ ലഫ്ളില് ഉജൂദ് കൗനിന്റെ മാനാന എന്ത് ചെയ്യും? എത്തിബാർ ചെയ്യും. നേരെ മറിച്ചുകൊണ്ട് ഈ ഉൻസുർ എന്ന് പറഞ്ഞ ലഫ്ളാണെങ്കിലോ ഫസാദിന്റെ മാനാനയാണ് അവർ എന്ത് ചെയ്യുക? ഇസ്തിമാല് ചെയ്യുക. ഏതായാലും നമ്മളെ വിഷയം ഇപ്പം എന്താണ്? അത് പദപ്രയോഗം, പദത്തെ സംബന്ധിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ ചുരുക്കി പറഞ്ഞപ്പോൾ എന്താണ്? താരീഫില് ഗരീബായ പദങ്ങളെ കൊണ്ടുവരല് അത് ലഫ്ലിയായ വലത്തുകളിൽ പെട്ടതാണ്. അതാണ് ഇപ്പൊ നമ്മളെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വക്കസ്തേമാരിൽ അൽഫാദിൽ മജാസിയായ പദങ്ങളെ എന്ത് ചെയ്യുക? താരീഫിൽ കൊണ്ടുവരിക. കാരണം മജാസിയായ പദങ്ങളെ കൊണ്ടുവന്നാൽ പെട്ടെന്ന് ഹൃദയത്തിലേക്ക് എപ്പോഴും നമ്മൾ പെട്ടെന്ന് ഹൃദയത്തിലേക്ക് വരുന്നത് ഏതാണ്?
ഹഖീഖിയായ മാനകളാണ്. അല്ലേ? ഹഖീഖിയായ മാനാണല്ലോ, മജാസിയായ മാനല്ലല്ലോ. അപ്പൊ ഈ മജാസിയായ മാന പറഞ്ഞാൽ പെട്ടെന്ന് അതുകൊണ്ട് വിഷയം മനസ്സിലാക്കാൻ കഴിയില്ല. ഫൈനൽ ഗാലിബ, തീർച്ചയായിട്ടും അധികരിച്ചത്, മുബാദറത്തുൽ മആനിൽ ഹഖീഖിയ, ഹഖീഖിയായ മാനകൾ എന്ത് ചെയ്യുക, ഉളരി വരല. മജാസിയായ മാനല്ല കേട്ടോ, ഹഖീഖിയായ മാന. ഇലൽ ഫഹ്മി, ഫഹ്മിലേക്ക്, ഹൃദയത്തിലേക്ക്, ഹൃദയത്തിലേക്ക് ഹഖീഖിയായ മാന എന്ത് ചെയ്യും, അധികമായിട്ടും ഉളരി വരും. ഹഖീഖിയായ മാന ഏത് മജാസിൽ നിന്ന് കേൾക്കുമ്പോൾ, പിന്നെ നമ്മളിപ്പോൾ സെയ്ദുൻ അസദ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അസദിന്റെ ഹഖീഖിയായ മാന ഹൃദയത്തിലേക്ക് വരുമല്ലോ. അതേപോലെ തന്നെ വക്കൈസ്തേമാദിൽ അൽഫാദിൽ മുസ്തറക്കത്ത്, മുസ്തറക്കത്തായ പദങ്ങളെ പെരുമാറുക, മുസ്തറക്കത്തായ പദങ്ങളെ പെരുമാറുക മുറാദ് വെളിവാകാത്ത സാഹചര്യത്തിൽ. അപ്പം ഏത് മാനാണ് ഉദ്ദേശിക്കുക കൊടുത്താൽ കിട്ടൂലല്ലോ. അപ്പം അതുകൊണ്ട് ഫൈനൽ ഇസ്തിറാഖ്. ഇസ്തിറാഖ് എന്ന് പറയുന്നത് മുഹില്ലും ബി ഫഹ്മിൽ മാനൽ മഖ്സൂദി. കണ്ടില്ലേ? മഖ്സൂദായ മാന മനസ്സിലാക്കുന്നതിന് അത് ഇടർച്ച വരുത്തും. അപ്പം അതുകൊണ്ട് മുസ്തറക്കായ പദങ്ങൾ തരീഫിൽ കൊണ്ടുവരാൻ പാടില്ല. പക്ഷെ ഞാമെങ്കിലും ലൗകാനിൽ സാമി, ഒരു മുഹാത്തബിനുണ്ടായി ഇൽമും ബിൽ അൽഫാദിൽ വൈശിയായ പദങ്ങളെ സംബന്ധിച്ചുള്ള ഒരു അറിവ് ആർക്കുണ്ടായി? സാമീൻക്കുണ്ടായി. അല്ലെങ്കിൽ ലൗകാന ഹുനാക്ക കരീനത്തുൻ, അവിടെ തെളിവുണ്ടായി. എങ്ങനത്തെ തെളിവാണ്? ദാജ്ലത്തുൻ, അറിയിക്കുന്ന, അതിൽ മുറാദി, ഉദ്ദേശത്തിന്റെ മേൽ അറിയിക്കുന്ന, ഉദ്ദേശത്തിന്റെ മേല് അറിയിക്കുന്ന. അങ്ങനെ വന്ന ജാസി. അപ്പം എന്ത് ചെയ്യുക, താരീഫിൽ ഏത് കൊണ്ടുവരാ? ഈ വൈശിയായ ലഫ്ളുകൾ എന്ത് ചെയ്യുക, കൊണ്ടുവരാം. കാരണം സാമീൻക്ക് അറിവുണ്ടല്ലോ. നമുക്കിപ്പോൾ താരീഫ് കൊണ്ടുള്ള വർദ്ധ ഇവിടെ കിട്ടിയാൽ മതിയല്ലോ. ശരി. കാല മുസ്ലിം റഹ്മത്തുള്ളാഹി പറയാണ്, അൽ മക്കാലത്തു സാനിയത്തു, രണ്ടാമത്തെ മക്കാല. ഒന്നാമത്തെ മക്കാല കഴിഞ്ഞല്ല, ഇനി രണ്ടാമത്തെ മക്കാല. അത് ഏതിനെ സംബന്ധിച്ചാണ്? ഫിൽ ഖളായ വ അഹ്കാമിഹ, ഖളിയകളെ സംബന്ധിച്ചും അതിൻ്റെ അഹ്കാമിനെ സംബന്ധിച്ചും. വഫിയ മുഖദ്ദിമത്തുൻ വ സലാസത്തു ഫുസൂലി, കണ്ടാ, ഒരു മുഖദ്ദിമയും ഉണ്ട്, 3 ഫസ്ലുകളും അതിലുണ്ട്. അമ്മൽ മുഖദ്ദിമത്തു, അപ്പം മുഖദ്ദിമ, വഫി തഅരീഫിൽ ഖളിയത്തി വ അഖ്സാമിഹൽ അവ്വലിയ, അവ്വലിയായ കിസ്മുകളെ സംബന്ധിച്ചും കിസ്മുകളുടെയും ഖളിയന്റെ തഅരീഫിനെയും എന്താണ് സംബന്ധിച്ചാണ്. അൽ ഖളിയത്തു, എന്താ ഈ ഖളിയ എന്ന് പറഞ്ഞാൽ? കൗലുൻ, അത് ഒരു വാക്കാണ്. യസിഹു, പറ്റും. അയ്യുക്കാലി കായിലിഹി, അത് പറയുന്നവനെ സംബന്ധിച്ച് പറയാൻ പറ്റും. ഇന്നഹു സാദിഖുൻ ഫീഹി ഔ കാദിബുൻ എന്ന് പറയും. ഒരു കലാം ഇങ്ങോട്ട് കേട്ടാൽ ആ കലാം പറഞ്ഞ കായിനെ സംബന്ധിച്ച് സാദിഖ് എന്ന് പറയാം, അല്ലെങ്കിൽ കാദിബ് എന്ന് പറയാം. എങ്കിൽ വഹിയ, ഈ ഖളിയ, ഹംദിയത്തുൻ, അത് ഹംദിയായ ഖളിയയാണ്. എപ്പോഴാണ് ഹംദിയായ ഖളിയയാകുന്നത്? ഇനിൻ ഹല്ലത്ത്, അതിൻ്റെ തെർക്കീബ് അയ്യ ശ്രദ്ധിച്ചു, ബി തെർഫൈഹ, അതിൻ്റെ 2 തെർഫോട് കൂടെയായ സ്ഥിതിയിൽ. എങ്ങോട്ട്? ഇതാ മുഫറദൈനി, 2 മുഫറദിലേക്ക്, 2 മുഫറദിലേക്ക് പിന്നെ വേർപിരിയാണെങ്കിൽ ഹംദിയായ ഖളിയാണ്. ഇപ്പൊ സെയ്ദുൻ ആലിമിൻ, സെയ്ദുൻ ലൈസ ബി ആലിമിൻ, അത് വേർപിരിക്കുകയാണെങ്കിൽ സെയ്ദ് ഒന്ന് ആലിം ഒന്ന്. മനസ്സിലായില്ലേ? അതുപോലെ ഷർത്തിയത്തുൻ, അടുത്ത ഷർത്തിയായ ഖളിയയാണ്. ഷർത്തിയായ ഖളിയ എന്ന് പറഞ്ഞാൽ ഇല്ലം തൻഹല്ല, അത് വേർപിരിയില്ല. മനസ്സിലായ? ആ കോൻ ഞാൻ പറയുന്നു. ലമ്മ ഫറഗ മിൻ മബായിത്തിൽ ഖൗലിൽ ഷാരിഹി, ഖൗലു ഷാരിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞപ്പോൾ, മരി പോലുള്ള കാര്യങ്ങളെ ആ ചർച്ചകളുടെ കഴിഞ്ഞപ്പോൾ ഷറഅ, ഇവിടെ മുസ്ലിം റഹ്മത്തുള്ളാഹി പ്രവേശിച്ചു. എന്തിനാണ് ഉദ്ദേശിച്ചത്? ഫി ബയാനി മബായിത്തിൽ ഹുജ്ജത്തി, ഹുജ്ജത്തിനെ ബയാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. വലമ്മ തവക്കഫ മഅരിഫത്തുഹ, ഈ ഹുജ്ജത്തിനെ മനസ്സിലാക്കൽ ബന്ധിച്ചപ്പോൾ,
ഹുജ്ജത്തിനെ മനസ്സിലാക്കുക എന്നുള്ളത് ബന്ധിച്ചു. ഹുജ്ജത്തിനെ മനസ്സിലാക്കൽ എന്ത് ചെയ്ത് ബന്ധിച്ചു. എന്തിൻ്റെ മേലാണ് ബന്ധിച്ചത്? അലാ മഅരിഫത്തിൽ ഖളായ, ഖളിയകളെ മനസ്സിലാക്കുന്നതിൻ്റെ മേൽ. ഹുജ്ജത്തിനെ മനസ്സിലാക്കുക എന്നുള്ളത് ഖളീനെ മനസ്സിലാക്കുന്നതിൻ്റെ മേലിൽ, അഹ്കാമിയ, അഹ്കാമിനെ മനസ്സിലാക്കുന്നതിൻ്റെ മേൽ. കാരണം ഹുജ്ജത്ത് മനസ്സിലാവണമെങ്കിൽ ഏത് വേണം? ഖളിയെ മനസ്സിലാക്കണം, ഖളിയൻ്റെ ഹുക്കുമുകൾ മനസ്സിലാക്കണം. അങ്ങനെ വന്നപ്പോൾ മുസന്നിഫ് റഹ്മത്തുള്ളാഹി കൊണ്ടുവന്നു അൽ മക്കാലത്തെ സാനിയത്ത, രണ്ടാമത്തെ മക്കാലയെ ലിബയാനി ദാലിക, അത് ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് റത്തബഹ, ഈ രണ്ടാമത്തെ മക്കാലയെ തർത്തീബാക്കി കൊണ്ടുവന്നു. അലാ മുഖദ്ദിമത്തിൻ വ സലാസത്തി ഫുസൂലിൻ. അമ്മൽ മുഖദ്ദിമത്ത്, മുഖദ്ദിമ എന്താണ്? ഫഫി തഅരീഫിൽ ഖളിയത്തി വ അഖ്സാമിയൽ അവ്വലിയ, ഖളിയയുടെ താരീഫിനെ സംബന്ധിച്ചും അതിൻ്റെ അവ്വലിയായ കിസ്മുകളെ സംബന്ധിച്ചു. ഏത് അവ്വലിയ കിസ്മിന്? ആസിലത്തി ബി ഹസബിൽ ഖിസ്മത്തിൽ അവ്വലിയത്ത്, അവ്വലിയായ കിസ്മത്ത് കൊണ്ട് ഹാസിലായ കിസ്മുകൾ. കാരണം എന്താ? ഫൈനൽ അവ്വ ഖളിയത്ത, തീർച്ചയായിട്ടും ഖളിയ തങ്കസിമു അവ്വൽ എന്നത് ആദ്യമായി അംശയമാവും. എങ്ങോട്ട്? ഇലൽ ഹംദിയത്തി വശർത്തിയത്തി, ഹംദിയ ഷർത്തിയ. മനസ്സിലായില്ലേ? കൈതില്ലാത്ത ഖളിയ. സുമ്മൽ ഹംദിയത്തു, പിന്നെ ഹംദിയ പിന്നെ അംശയമാകും ഇലാ ലറൂരിയത്തിൻ വല്ലാ ലറൂരിയത്തിൻ മസല. അതേപോലെ വശർത്തിയത്തു ഇലാ ലുസൂമിയത്തിൻ വത്തിഫാഖിയത്തിൻ. ആകയാൽ ഫാഖ്സാമുൽ ഹംദിയത്തി, ഹംദിയായ ഖളിയന്റെ കിസ്മുകളും, വശർത്തിയത്തി, ഷർത്തിയായ ഖളിയന്റെ കിസ്മുകളും, ഈ അഖ്സാമുൽ ഖളിയ ഒക്കെ ഖളിയന്റെ കിസ്മുകളാണ്. പക്ഷെ ഇല്ല അന്നഹ ലൈസത്ത് ബി അഖ്സാമിൻ അവ്വലിയ ലഹ, ഖളിയന്റെ അവ്വലിയായ കിസ്മുകളല്ല. ബൽ അഖ്സാമുൻ സാനവിയ, സാനവിയായ കിസ്മുകളാണ്. അതായത് ഐനമ തൻഖസിമുൽ ഖളിയത്തു ഇലയ്യ, ഈ സാനവിയായ കിസ്മുകളിലേക്ക് ഖളിയ അംശയമാകുന്നത് ബിവാസിലത്തി അന്നൽ ഹംദിയത്ത വശർത്തിയത്ത തൻഖസിമാനി ഇലയ്യ. മനസ്സിലായില്ലേ? ഹംദിയായ ഖളിയയും ഷർത്തിയായ ഖളിയയും ഇതിലേക്ക് എന്താകുന്നുണ്ട്? അംശയമാകുന്നുണ്ട് എന്ന അടിസ്ഥാനത്തിലാണ്. ബസ്.